Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇപ്പം സമയം ഒരു 6-6:30 ഞങ്ങൾ രാവിലെ എണീറ്റു. ഇന്ന് മൊത്തം ഞാനും വാമിയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല അല്ലേ വാമി? വേറെ ആരുമില്ല. അപ്പം ഇന്ന് എൻ്റെയും വാമിയുടെയും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണല്ലേ? ഡേ ഇൻ മൈ ലൈഫ് ആണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം ചേച്ചിയില്ല, ചേച്ചി ആശുപത്രി പോയിരിക്കുകയാണ്. അപ്പം രാവിലെ ഈ ഒരു ടൈമിൽ മുതൽ മാമിയെ നോക്കണം, ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പം നോക്കാം നമുക്ക് അവൾ കരയോ ഇല്ലേന്ന്. ഇപ്പം ഞാൻ വിചാരിച്ചു ലേറ്റ് ആവും എണീക്കാം, പക്ഷെ ഞങ്ങൾ പോയ ടൈമിൽ തന്നെ എണീറ്റൊരു 5 മണി കഴിഞ്ഞപ്പോഴേ മാമി എണീറ്റു. മാമി എണീറ്റിട്ട് ഫുഡ് കഴിച്ചല്ലേ? ഫുഡ് കഴിച്ചു, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പറ മാമി. ചേഞ്ച് ചെയ്തു. ഇനി ഹലോ ഗൈസ് പറ മാമി, ഇങ്ങോട്ട് പറ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പം നമ്മളിതാ ഇവിടെ ഇരിക്കുകയാണ്, ഒരു പണിയും ഇല്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മാമിക്ക് എന്തോ ചെയ്യണം, പല്ല് തേക്കണം അല്ലേ? പല്ല് തേക്കണം, കാപ്പി കുടിക്കണം അല്ലേ? ഇപ്പം നമ്മളെ വയറുണ്ട് വീർത്തിരിക്കുകയാണ്. നമ്മൾ ഇപ്പം നഖം വെട്ടാൻ പോവണം. ഇവിടെ നഖം കാണിക്കും മാമി, നഖം നമ്മൾ നഖം വെട്ടയാണ്. അപ്പം നമുക്ക് നഖം വെട്ടണ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ കൈ വേണോ നഖം വെട്ടാൻ? ആദ്യം മാമിക്ക് വെട്ടിയിട്ട് കുഞ്ഞേട്ട കൈ തരാം. ഇതാ നോക്ക് ഗൈസ്, നിറയെ ഇല്ല, അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ഇവർക്ക് പിന്നെ പെട്ടെന്ന് നഖം വളരും. നമ്മൾ വെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറും. അപ്പം എൻ്റെ വോയിസ് ചെറുതായിട്ടൊന്ന് പോയിരിക്കുകയാണ്, ഒരു തൊണ്ടവേദനയൊക്കെ വന്ന്. ഈ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വിചാരിച്ചു രാവിലെ അവൾ എണീക്കുമ്പോൾ മുതലേ എടുക്കാം. അപ്പം ഞാൻ ചേച്ചിയെ കൊണ്ടാക്കിയിട്ട് ഇനി വന്നപ്പോൾ പുത്രി എണീറ്റിരിക്കണം അല്ലേ മാമി? നമ്മൾ ചുണ്ടില്ല അല്ലേ, ചുണ്ടരിക്കോടെ. അപ്പം ഇനി അത് മാമി എൻ്റെ കയ്യിലാണ് നഖം വെട്ടേ. നമുക്ക് വാമിക്ക് ഒരു തവണ ഒരു കാര്യം കണ്ടാൽ അത് മനസ്സിലാവും. അപ്പം ഞാൻ അവളുടെ കൈ നഖം വെട്ടിയതുപോലെ വെട്ടാൻ വേണ്ടി അതങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെച്ചാൽ മതി. എടുത്ത് മതി. ഇനി നമുക്ക് വേറെ ജോലി ചെയ്യാൻ പോകാം ഗായ്സ്. അപ്പം ഇനി അടുത്ത് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഇനി അവളെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി. ഇപ്പം ഗായ്സ് ഇപ്പം മണി 7 മണിയായി. വാമിക്ക് വിശക്കണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ എന്തോന്ന് കഴിക്കണ? പിത്ത, മുട്ട കഴിക്കണം. എങ്ങനെ കഴിക്കണം മാമി? നമ്മൾ പല്ല് തേച്ചില്ല, നമ്മൾ മുട്ടയൊക്കെ കഴിച്ചിട്ടേ നമ്മൾ പല്ല് തേക്കാറുള്ളൂ അല്ലേ മാമി? നമ്മൾ പല്ലൊന്നും തേച്ചില്ല. നമ്മൾ പല്ല് തേക്കാതെയാണ് മുട്ടയൊക്കെ കഴിക്കണം അല്ലേ? അങ്ങനത്തെ ഗുഡ് ഗേളാണ് മാമി അല്ലേ? വാമി ആരവിടെ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പല്ല് തേക്കണം. മാമിയുടേത്. എനിക്കും മാമിക്കും ഉറക്കം വരണം. എനിക്ക് നല്ല ഉറക്കം വരണം. മാമിക്ക് ഉറക്കം വരണില്ലേ? അതാരുടെ? മാമിയുടെ. വാമി എന്ന് പറയാൻ നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് മാമിയെന്നേ പറയാൻ അറിയാവും അല്ലേ? അല്ലേ? വീഴും. പിടിക്കരുത്. പിടിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? തിന്ന്. ഇനി വാമിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി അടുത്ത് എന്തോന്നു ഫുഡ് കൊടുത്തിട്ട് ഇനിയിപ്പം
എനിക്ക് കാപ്പി കുടിക്കണം. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ചായ കുടിച്ചില്ല എനിക്ക് തലവേദന എടുക്കും. ഇവളെയും വെച്ചോണ്ട് ചായ കുടിക്കാൻ നിന്ന് നല്ല രസമായിരിക്കും. അപ്പം ഇനി ഇവക്ക് ഈ ഫുഡൊന്ന് കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം. പറ, എന്തോന്ന് പറയാനുള്ള? നമ്മളിനി പല്ലേക്കാൻ പോവാണല്ലേ. അതാണ്ട് നമ്മളെ ബൊമ്മയ്ക്ക് പൊട്ടിട്ട് കൊടുത്തതാണ്. കണ്ടോ, എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പകുതിയോളം അവൾ പൊട്ടിട്ട് നശിപ്പിച്ച് കളഞ്ഞു അല്ലേ. ഒന്നുണ്ട, ഇതിൻ്റെ ബാക്കി പകുതി ഇതിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ തുടച്ചെടുത്തതേ ഉള്ളൂ. ഇനി നമ്മൾ പല്ലേക്കാൻ പോവാണ്. എവിടെ പോണ്? ചൂം ചെയ്യാൻ പോണു. അപ്പം നമുക്ക് ബ്രഷ് ഉണ്ട് അല്ലേ മാമി? ഇതാണ് നമ്മുടെ കുട്ടി ബ്രഷ്. പേസ്റ്റ് അല്ലേ? പല്ലേക്കാം. പല്ലേക്കാണ് ഈ കണ്ട, നല്ല കൊച്ചാണ് ഈ. പറഞ്ഞാലൊക്കെ കേൾക്കണ നല്ല കൊച്ചാണ് എൻ്റെ വാമീസി. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ച് ഇനി കുളിച്ചിട്ട് വന്നിട്ട് കാണാം. ടാറ്റോട് വാമി, ടാറ്റാ. നമ്മൾ ചുന്ദരിക്കുട്ടി പല്ലൊക്കെ തേച്ച് പുറമൊക്കെ കഴുകി ശുണ്ടരിയായല്ലേ. മല ശുണ്ടരിയായല്ലേ വാമി? ഇനി നമ്മൾ പൊട്ടൊക്കെ ഇട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കണ കൊച്ച് വേറെ എവിടെയെങ്കിലും കാണും അല്ലേ? സുന്ദരിയായി. ഇനി നമ്മൾ തല കോതണം. എത്ര നേരത്തേക്കാണ് ഇങ്ങനെ നമ്മൾ വൃത്തിയായിട്ടിരിക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടാ അല്ലേ? തലയിൽ ബണ്ണ് കെട്ടിയ ഒരു 5 മിനിറ്റിനുള്ളിൽ അവൾ അത് എടുക്കും. സ്ലൈഡ് എല്ലാം വലിച്ചു വാരിയിടും. എന്തൊക്കെ സാധനങ്ങൾ ഇവക്ക് വേണ്ടി വാങ്ങുമെന്നോ ഒന്നും അവൾ വയ്ക്കൂല. അവൾക്ക് അതൊന്നും വയ്ക്കാൻ ഇഷ്ടമല്ല. ഫ്രോക്ക് ഇടൂല. ആണുങ്ങളെ പോലെ എന്താണ് പാൻറ്റും ബനിയനും, അല്ല പാൻറ്റല്ല, നിക്കറും ബനിയനും ഇട്ട് വാമി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പൊട്ടൊന്നും വച്ചില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും ഇത് ആൺകുട്ടിയാണ് അല്ലേ? കണ്ട, സുന്ദരിയായി, ശുണ്ടരി വാവയായി അല്ലേ? മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിയായി. നമുക്കാണെങ്കിൽ ഉറക്കം വരെയാണ്. നമ്മൾ കിടത്തി ഉറക്കാൻ നോക്കിയിട്ട് ഓങ്ങണിയില്ല. കുഞ്ഞെ കിടത്തി ഉറക്കട്ടാ? വേണ്ട. ഉറക്കട്ടാ? പാപ്പ തരട്ടാ? ഒന്നും നമുക്ക് വേണ്ട. നമുക്കിങ്ങനെ ഇരിക്കാം. നമ്മളിന്ന് നല്ല കുട്ടിയാണ്. നമ്മൾ ഫുഡ് കഴിച്ചു, കുളിച്ചു, പല്ല് തേച്ചു അല്ലേ മാമി? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാപ്പി, ഇവിടെ രാവിലെ എണീറ്റപ്പോഴേ കാപ്പിയൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് വിശക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കൊടുക്കും. ഇനി ബാക്കി ഇവളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുണ്ടോ? ഇവിടെ ഇരിക്കണം. കണ്ട, ഇരിക്കണ കാണുമ്പം വിചാരിക്കും പാവമാണെന്ന്. ഇത്ര വാല് പിടിച്ച കൊച്ച് ഈ ലോകത്ത് വേറെ ഒരിടത്തും കാണൂല അല്ലേ മാമി? ഒന്നും നമുക്ക് ഇഷ്ടമല്ല. ടാറ്റോട് മാമി, ടാറ്റാന്ന് പറ. ഇപ്പം സമയം 9 മണിയാവാൻ പോണു. 9 മണിക്കാണ് ഞാൻ ചായ കുടിക്കണം. അപ്പൊ എന്താ, ഇവിടെ ഒരാൾക്ക് ചായ തന്നെ വേണമെന്ന്. ഞാനാണോ ചായ കുടിക്കണം, അവളാണോ ചായ കുടിക്കണേന്ന് അറിഞ്ഞുള്ളതാണ്. അവിടെ ഇരിക്കുക തമ്പുരാട്ടി. ചായ ചൂടെന്ന് പറ. കണ്ടുകൂടാ വാങ്ങിയ അതിലുണ്ട് ചൂടായോണ്ടല്ലേ കുറച്ച് ഒഴിക്കണത്.
ചൂട് കണ്ട ഇവിടെ തൊട്ടോക്ക് കണ്ട ദുവ കണ്ട ദുവ ചൂട് 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 ഗായ്സ്. ചൂട് പോയിട്ട് നമ്മൾ ചായ കുടിക്കും അല്ലേ. എനിക്ക് നല്ല ഉറക്കം വരണം, അവക്കും ഉറക്കം വരണം. പക്ഷെ അവളും ഉറങ്ങിയില്ലേ, ഉറങ്ങണ എന്നെ ഉറങ്ങാനും സമ്മതിക്കണേ. അവക്കിപ്പൊ ചായ കൂടിയേ തീ. ചായ ഇട്ട് കൊടുത്തു. ചൂട് ചൂട് അതെന്നെ കുഞ്ഞയുടെ ചായ. ഗായ്സ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് കോൾസ് വരെയാണ്. പുത്രി ഇവിടെ നിൽക്കണോണ്ട് എല്ലാരും കിടന്ന് എന്നെ വിളിക്കാണ്. അവള് കരയുന്നുണ്ടോ, എന്താണ് ചെയ്യണത്, ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന്. ഇവിടെ കരയുടെ ഞാനാണെന്ന് അവരറിയണില്ലല്ലോ. അവള് പറയണ എല്ലാം എടുത്തു കൊടുക്കണം, ഇല്ലെങ്കിൽ കീറി വിളിക്കും. മമ്മി ഗുഡ് ഗേൾ എന്നാറ. നമ്മള് ചായ കുടിച്ചിട്ട് ഗായ്സ് ഞാൻ മാമിയ മാമൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അവള് ഇവിടെ നിൽക്കുമായിരുന്നു, എനിക്ക് പല്ലൊക്കെ തേക്കണമായിരുന്നു. അപ്പോൾ അവളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അവളെ ഞാൻ മാമൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ ഇപ്പം വിളിക്കാൻ പോവുകയാണ്. ഇനിയിപ്പം കുറച്ച് നേരത്തേക്ക് വരൂല, അവിടെ തന്നെ നിൽക്കുള്ളൂ. അവൾക്ക് കളിക്കാൻ ആരെങ്കിലും വേണം. കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയ്ക്കൊക്കെ നിന്നോളൂ. അപ്പോൾ ഇനി ഞാൻ പോയി നോക്കട്ടെ അവിടെ എന്താണ് സ്ഥിതി എന്ന്. ഇനി അവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഫുഡ് എന്തെങ്കിലും കൊടുക്കാൻ. നേരത്തെ കഴിച്ചു, എന്നാലും കൊടുക്കണമല്ലോ. അപ്പം അവിടെ ഒന്ന് പോയി. ഇവിടെ ഇത് എന്തോ ഇന്നലെ രാത്രി കടിച്ചതാണ്, എന്തൊരു സാധനമാണെന്ന് അറിയത്തില്ല. പോയി നോക്കട്ടെ ഗൈസ്. രണ്ടുപേരും കൂടെ ഭയങ്കര കളിയിലാണ്. മമ്മി ഹായ് പറ മമ്മി. ഓ മമ്മി ഹായ് പറയില്ല, കണ്ട ഹായ് ഹായ്. മാമി ബാഡ് ഗേൾ ആണ് അല്ലേ മാമി? മാമി വന്നു, അവിടെ നിന്ന് പിടിച്ചെടുത്തോണ്ടാണ് വന്നത്, വരൂല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പൂപ്പ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് വന്നത്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം അല്ലേ മാമി? ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് കിടന്നുറങ്ങണം അല്ലേ മാമി? ടാറ്റ ഇടും മാമി. ബൈ ബൈ പറ. ഓക്കേ. അതൊത്തില്ല. തീരമുള്ള പരിപാടിയാണ്. അവള് ഈ ഊഞ്ഞാലിരുന്ന് ഉറങ്ങണം. അതുപോലെ ഉറങ്ങി. രാവിലെ എണീറ്റോണ്ടിരുന്ന് 5 മണിയായപ്പോൾ എണീറ്റ്. അതുകൊണ്ടാണ് ഈ ഉറക്ക ക്ഷീണമില്ലായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും ഉറങ്ങില്ലായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങി. ഇനി ഇവിടെ നിന്ന് പൊക്കിയെടുക്കാമെന്ന് വെച്ചാൽ നടക്കുമെന്ന് അറിയില്ല. ഇപ്പം അവൾ ഇതിൽ നിന്ന് എണീറ്റ് വരില്ല. എന്നാലും നോക്കാം. വരുവാണെങ്കിൽ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്താം. എനിക്കാണെങ്കിൽ ഇനി കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. അപ്പം ഇനി എനിക്ക് ജോലി ചെയ്യാൻ പോകണം. ഇവിടെ ഉറങ്ങണോണ്ടാണ് ടാസ്ക് എടുക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. എന്നാലും നോക്കാം. എന്ത് വലിയ പുണ്യമെന്ന് അറിഞ്ഞൂടാ. ആളുകൾ കട്ടില് നന്ന് കിടന്നു. ഇവിടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകണം. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനിയിപ്പം എനിക്കോ എന്നറിഞ്ഞൂടാ. എന്നാലും വന്ന് എടുത്തപ്പം കരച്ചിലൊന്നും ഇല്ലായിരുന്നു. വന്നു ഇന്ന് ആരക്കണി കണ്ടിട്ട് എണീറ്റേന്ന് അറിഞ്ഞു. എന്നാലും ഉറങ്ങട്ടെ. ഞാൻ പിന്നെ പോയി ഉറങ്ങി എണീറ്റപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഇപ്പോൾ ഉറങ്ങി എണീറ്റ സമയത്ത് ഭയങ്കരമായിട്ട് കയറി വിളിച്ചു. വാങ്ങി ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ കയ്യിൽ അങ്ങനെ നിന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ അവളെ എടുക്കുക, നമുക്ക് പുറത്തോട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന്. അങ്ങനെ നിന്ന കൊല്ലത്തിൽ ഞാനും അച്ഛനും മാമിയും കൂടെ ഓട്ടോയിൽ കയറി. അപ്പോൾ ആദ്യം പോയത് അമ്മയുടെ കടയുടെ അങ്ങോട്ടാണ്. സാധാരണ കരച്ചിലായ അവൾ ആരുടെ കയ്യിലെങ്കിലും പോകും. പക്ഷെ അത്ഭുതം എൻ്റെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിലും പോകുന്നില്ല. അങ്ങനെയൊന്നും വരാത്തേണ്. എന്താണെന്നറിയില്ല, കരച്ചിലായോണ്ടായിരിക്കും. പിന്നെ അച്ഛൻ എന്ത് ചെയ്യുന്ന നേരെ അമ്മയുടെ കടയിലോട്ട് വിട്ടു. അമ്മയുടെ കടയിൽ പോയപ്പോൾ അച്ഛനും മാമിയും കൂടെ അമ്മയുടെ കടയിൽ ഇറങ്ങി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ഞാൻ ഇറങ്ങിയില്ല, കാരണം നിന്ന കൊല്ലത്തിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതാരെങ്കിലും കണ്ട് അവർ ചോദിക്കും ഈശ്വരാ ഈ പെണ്ണിന് ഡ്രസ്സില്ലേ എന്ന് അവർ വിചാരിച്ചാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇറങ്ങാത്തത്. പിന്നെ അച്ഛൻ എന്ത് ചെയ്യുന്ന മാമിക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ അവളെ പുറത്ത് കൊണ്ടുപോയി ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാത്തതാണ്. പിന്നെ ഇന്ന് കരയണതുകൊണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തത്. ഐസ്ക്രീം മേടിച്ചു കൊടുത്തത് പിന്നെയാണ് അതൊരു അബദ്ധമായിട്ടെന്ന് തോന്നിയത്. കാരണം അവൾ അങ്ങനെ മൊത്തം കഴിക്കാത്തവളാണ്, മൊത്തം അങ്ങ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന
കുറച്ച് ഞാൻ കഴിച്ചപ്പോൾ ഭയങ്കര കരച്ചിലും വിളിയായിരുന്നു. പിന്നെ അവളെ മാമൻ്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോയ നീശോണ് അവളെ ഈ കരച്ചിലും ബഹളമൊക്കെ നിർത്തിയത്. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. ഗൈസ്, നമ്മൾ അങ്ങനെ കുളിച്ചു, നമ്മൾ ഫുഡ് കഴിച്ചു, നമ്മൾ കുളിച്ചു. ഫുഡ് നമ്മളിവിടെ നല്ല കഴിച്ചു. നമ്മൾ വേറെ വീട്ടിലാണ് പോയി ഫുഡ് കഴിച്ചത് അല്ലേ മാമി? ഇനി നമ്മൾ കുളിച്ചു. ഇനി നമ്മൾ ഒരുങ്ങാൻ പോകണം. കണ്ട പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ചുണ്ടരി കുട്ടിയായി. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് അല്ലേ മാമി? ആ, നമ്മൾ ചുണ്ടരി കുട്ടി കരി എഴുതാൻ വേണ്ടി ഇരിക്കണേ. മാമി കരി എഴുതിട്ട് നമ്മൾ എവിടെ പോണ? നോക്ക്, അതിൽ നോക്ക്, കൊള്ളാമോ നോക്ക്, സുന്ദരിയെ. ഇവിടെ ഒരു കറുത്ത പൊട്ട്, നമ്മൾ ഇവിടെ ഒരു പൊട്ട്. സുന്ദരിയായില്ലേ മാമി? നിന്റെ അടുപ്പ് ഇവിടെ. എൻ്റെ കയ്യില് പൗഡർ എടുക്കണേണ് നല്ലത്, അല്ലെങ്കിൽ ഇത്തിരി പൗഡറിന് ഇവിടെ മൊത്തം ആക്കും. ചങ്കരം പോയാന്ന് ഇവിടെ ഒന്നും വന്നില്ല. അതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഒരുപാട് അവള് കഴിക്കണില്ലെന്നും പറഞ്ഞ് പകുതി ഞാൻ കഴിച്ചത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഇല്ല, അച്ഛൻ പറഞ്ഞ് വേറെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ അച്ഛന് അറിഞ്ഞൂടായിരുന്നു, അച്ഛൻ്റെ കൊച്ചിന് വീടും കടയിൽ നന്നായിട്ട് അറിയാമെന്ന്. അങ്ങനെ എൻ്റെ ചുണ്ടരി മേക്കപ്പ് ഒക്കെ ചെയ്തതായിരിക്കും. പൗഡർ മുഖത്ത് കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പൗഡർ പോവും. ഇവിടെ സുന്ദരി കുട്ടിയായി അല്ലേ മാമി? സുന്ദരിയായി, ചുണ്ടരിയായി. ബൗബോ എവിടെ? ബൗബോ 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 ചാർലി കിടക്കണ? അയ്യോ മാമി ഉറങ്ങി. അയ്യോ മാമി ഉറങ്ങി. മാമി ഉറങ്ങിയാ? ഉറങ്ങി. ഇപ്പോഴാണ് ഇത്തിരി റെസ്റ്റ് ആയത്. അമ്മ വന്ന പിന്നെ എനിക്ക് മമ്മിയെ നോക്കേണ്ട ആവശ്യമില്ല, അമ്മ തന്നെ നോക്കിക്കോളൂ. അതുകൊണ്ട് അമ്മയും മമ്മിയും കൂടെ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യണം. അപ്പം ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ.